Flood of Pseudo-Events. An article by Daniel G. Boorstin. Daniel G. Boorstin is a celebrated American writer of the 20th century. He was a professor at the University of Chicago for several years before he turned to the world of letters as a full-time writer. His books are immensely popular and have been translated into all the major languages in the world. The present extract is the first chapter of Boorstin's book, The Image. He examines the change in our attitude towards the newspapers over the years. In the early days of the newspapers, the readers were happy with them. The events were few and the paper came only once in a month. Still, the readers were satisfied with the reports. But the modern reader is more demanding. He wants his paper to be full of news. Naturally, the clever reporters make artificial events to fill the columns. Boorstin calls them pseudo-events and lists them some of their characteristics. വ്യാജ സംഭവങ്ങളുടെ പെരുമഴക്കാലം. പുതുമയോടെന്നും നമുക്ക് ആവശ്യമാണ്. പുതുമയുള്ള സംഭവങ്ങൾ എന്നും നമുക്ക് ചുറ്റും ഉണ്ടാകണമെന്ന അതിരു കവിഞ്ഞ പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. പത്രത്തിൽ പുതിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പണ്ടൊക്കെ നാം പറയുമായിരുന്നു, എന്തൊരു മുഷിപ്പൻ ദിവസം. ഇന്ന് ആ സ്ഥിതി മാറി. പത്രം ചുരുട്ടിയെറിഞ്ഞിട്ട് ഇന്ന് നാം പറയും, എന്തൊരു പന്ന പത്രമാണിത്. 1890-ൽ അമേരിക്കയിൽ ആദ്യത്തെ പത്രം ഇറങ്ങിയപ്പോൾ അതിന്റെ പത്രാധിപർ പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം കൃത്യമായി വാർത്തകൾ എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന്. സംഭവങ്ങൾ കൂടുതലുണ്ടായാൽ അതിനു മുമ്പും ഇത് 3 നൂറ്റാണ്ട് മുമ്പത്തെ സ്ഥിതിയായിരുന്നു. അന്നൊക്കെ വാർത്തകൾ ഉണ്ടാക്കാനുള്ള ചുമതല ദൈവത്തിനും പിന്നെ പിശാചിനുമായിരുന്നു. നല്ല സംഭവങ്ങൾക്ക് പിന്നിൽ ദൈവവും, ദുരന്തങ്ങൾക്ക് കാരണം പിശാചും. അവയുടെ ഒരു വിവരണം നൽകുക മാത്രമായിരുന്നു വാർത്താലേഖകരുടെ ജോലി. കാലം മാറിയതോടെ സംഭവങ്ങൾ ഇങ്ങനെ ദൈവശാസ്ത്ര ദൃഷ്ടിയിൽ കാണുന്നതിന് മാറ്റം വന്നുവെങ്കിലും വാർത്തയോടുള്ള വീക്ഷണം അങ്ങനെ തന്നെ തുടർന്നു. 1865-ൽ ജെയിംസ് പാർട്ടൺ എന്ന അമേരിക്കൻ ജീവചരിത്രകാരൻ പറഞ്ഞതുപോലെ, കഴിവും ആത്മാർത്ഥതയുമുള്ള ഒരു പത്രപ്രവർത്തകൻ കൃത്യവും ശക്തവുമായ ഭാഷയിൽ ഒരു സംഭവം വിവരിക്കുന്നത് സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കുന്നത് പോലെയാണ്. ആഭ്യന്തര യുദ്ധത്തിനു മുമ്പ് ദക്ഷിണ അമേരിക്കയിൽ ജീവിച്ച ഒരു പുരോഹിതനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരു പത്രവുമായി മുറിയിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം പറയും, ദയവായി അല്പസമയത്തേക്ക് അതെനിക്ക് തരൂ. സകലത്തിന്റെയും ഉടയവനായ ദൈവം ഈ ലോകം എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. കുറ്റകൃത്യങ്ങൾ മാത്രം തന്റെ പംക്തിയിൽ കൈകാര്യം ചെയ്തിരുന്ന പ്രസിദ്ധ ലേഖകൻ ചാൾസ് എ ഡാന സ്വയം ന്യായീകരിച്ചത് ഇങ്ങനെയാണ്: നടക്കട്ടെ എന്ന് ദൈവം അനുവദിച്ച സംഭവങ്ങൾ മടിയോ അഹന്തയോ ഇല്ലാതെ ലോകത്തെ അറിയിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ വളരെ പഴഞ്ചനായി തോന്നാം. വാർത്തകളോടുള്ള പുതിയ സങ്കല്പം സാൻ ഫ്രാൻസിസ്കോ ഡോൾഫ് ഹേഴ്സ് ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട്. വായനക്കാരനെ കൊണ്ട് അമ്പോ എന്ന് പറയിക്കുന്നത് എന്തും വാർത്തയാണ്. അല്പം കൂടി ഗൗരവമായി പറഞ്ഞാൽ, ഒരു നല്ല പത്രാധിപർ അച്ചടിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എന്തും വാർത്തയാണ്. ചുരുക്കി പറഞ്ഞാൽ, ചുറ്റുമുള്ള ലോകം രസാവഹമാക്കാനുള്ള ജോലി ആധുനിക കാലത്ത് ദൈവത്തിൽ നിന്ന് എടുത്ത നമ്മൾ പത്രക്കാർക്ക് കൊടുത്തിരിക്കുന്നു എന്നർത്ഥം. പണ്ടൊക്കെ മനുഷ്യർ വിചാരിച്ചിരുന്നത് ഇത്രയൊക്കെ ലോകത്ത് സംഭവിക്കുന്നുള്ളൂ എന്നായിരുന്നു. നമ്മളെ കുഴക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് പത്രക്കാരന്റെ കുറ്റമല്ലല്ലോ. ഉണ്ടാകുന്ന കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യാനേ പറ്റൂ. കഴിഞ്ഞ 100 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ സമീപനമെല്ലാം മാറി മറിഞ്ഞു. ഇന്ന് നമുക്ക് പത്രങ്ങൾ നിറയെ വാർത്ത വേണം. പുറമേ കാണത്തക്ക വാർത്തയൊന്നും ഇല്ലെങ്കിലും കഴിവുള്ള റിപ്പോർട്ടർക്ക് വാർത്തയുണ്ടാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ വിശ്വാസം. നേതാക്കന്മാരുടെ ചോദ്യങ്ങൾ ചോദിച്ചോ, സാധാരണ സംഭവങ്ങളിൽ നിന്ന് വിസ്മയിപ്പിക്കുന്ന മാനവിക താല്പര്യങ്ങൾ ഉണർത്തിയോ, വാർത്തയ്ക്ക് പിന്നിലെ വാർത്ത പുറത്തു കൊണ്ടുവന്നോ ഒക്കെ സമർത്ഥനായ ഒരു ലേഖകന് ഇന്ന് വായനക്കാരനെ രസിപ്പിക്കാൻ കഴിയും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ
എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ ഇന്നത്തെ ചിന്താവിഷയം എന്ന പേരിലോ നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെപ്പറ്റി സംഭ്രമജനകമായ രീതിയിൽ അഭ്യൂഹങ്ങൾ നടത്തിയോ അയാൾക്ക് അവതരിപ്പിക്കാം. വാർത്തയോട് നമ്മുടെ സമീപനത്തിലുണ്ടായിട്ടുള്ള ഈ മാറ്റം അമേരിക്കൻ പത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലെ പുതുമയോടും ആകസ്മികതയോടും പ്രാധാന്യത്തോടും നമ്മുടെ സമീപനത്തിലുണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണിത്. ജീവിതം കൂടുതൽ ചൈതന്യവത്താക്കാനുള്ള നമ്മുടെ ഉത്സാഹം, നമ്മുടെയും നമ്മെ നയിക്കുന്നവരുടെയും ശക്തിയെ പറ്റിയുള്ള തിരിച്ചറിവ്, സ്വാഭാവിക സംഭവങ്ങളുടെ അഭാവത്തിൽ കൃത്രിമ സംഭവങ്ങൾ ഉണ്ടാക്കി നൽകാനുള്ള കഴിവ്, ഇതിനോടെല്ലാം നമ്മുടെ സമീപനം മാറിയിട്ടുണ്ട്. ലോകത്തിന് നൽകാവുന്നതിലേറെ നാം ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കിത്തരാനാണ് നമ്മുടെ മുറവിളി. മിഥ്യകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ആവശ്യപ്പെടലിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇത്തരത്തിൽ അമിതമായ പ്രതീക്ഷകളിലേക്ക് ഇന്നത്തെ വായനക്കാരൻ എത്തിയതിന് പല ചരിത്ര കാരണങ്ങളുമുണ്ട്. എന്തെല്ലാം പ്രതീക്ഷകളോടും മുൻ തോന്നലുകളോടും കൂടിയാണ് ഓരോ പ്രഭാതത്തിലും നാം പത്രം തുറക്കുന്നത്. ഓരോ മണിക്കൂറും ഇടവിട്ട് റേഡിയോയിലും ടിവിയിലും വാർത്താ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ സഫലമാക്കാൻ എത്ര കഴിവുള്ള വ്യക്തികളാണ് അഹോരാത്രം കഷ്ടപ്പെടുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ കുറഞ്ഞു പോയാൽ ഇവരിൽ പലർക്കും തൊഴിലില്ലാതാവും. നമ്മുടെ ബോധമണ്ഡലത്തിൽ എപ്പോഴും പുതുമകൾ നിറയ്ക്കാൻ വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്ന ദൈവങ്ങളാക്കാൻ അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് നാം തന്നെയാണ്. ഇങ്ങനെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന പുതുമകളെ വ്യാജ സംഭവങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. വ്യാജ സംഭവങ്ങൾ നമുക്ക് ചുറ്റും പെരുകുകയാണ്. ഒരു ഉദാഹരണം പറയാം. പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നത് എങ്ങനെ എന്ന ഗ്രന്ഥത്തിൽ എഡ്വേർഡ് ബസ് വിവരിച്ചത് ഇങ്ങനെയാണ്. തങ്ങളുടെ ഹോട്ടലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും ബിസിനസ് മെച്ചപ്പെടുത്താനും തങ്ങൾ ഒരു ഹോട്ടൽ ഉടമകൾ ഒരു വിദഗ്ധനെ സമീപിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നല്ല കുക്കിനെ നിയമിക്കാനോ പുതിയ ചായമടിച്ച് കെട്ടിടം ഭംഗിയാക്കാനോ അലങ്കാര ദീപങ്ങൾ തൂക്കാനോ ഒക്കെ ആയിരിക്കും ലഭിക്കുന്ന നിർദ്ദേശം. പക്ഷേ നമ്മുടെ വിദഗ്ധൻ പുതിയൊരു ആശയമാണ് പറഞ്ഞു കൊടുത്തത്. ഹോട്ടലിന്റെ 30ാം വാർഷികം വിപുലമായി ആഘോഷിക്കുക. നഗരത്തിലെ പൗരമുഖ്യമായ ബാങ്കറെയും സൊസൈറ്റി ലേഡിയെയും വക്കീലിനെയും ഒക്കെ ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി വർണ്ണശബളമായ ഒരു ചടങ്ങും പാർട്ടിയും സംഘടിപ്പിക്കുക. അതിന്റെ വാർത്തയും ചിത്രങ്ങളും കൊണ്ട് പത്രങ്ങളും ചാനലുകളും ഒക്കെ നിറയ്ക്കുക. എത്ര വമ്പിച്ച പരസ്യമാണ് ഇതിലൂടെ ലഭിക്കുക. വ്യാജ സംഭവത്തിന് ഇതിൽ പരം നല്ല ഉദാഹരണം വേണം. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരളവ് വരെ ഈ ആഘോഷം വഴിതെറ്റിക്കുന്നതാണ്. പക്ഷേ ഹോട്ടൽ നന്നായിട്ടല്ല പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ആഘോഷ കമ്മിറ്റിയിൽ ഇരിക്കാൻ പ്രമാണിമാരെ കിട്ടുമായിരുന്നില്ല. ഇനി നന്നായിട്ട് തന്നെയാണ് നടന്നിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം നടത്തി കൃത്രിമമായി പ്രചാരം ഉണ്ടാക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ നല്ല ഹോട്ടൽ ആയിരുന്നത് കൊണ്ടാണ് ആഘോഷം നടന്നത്. ആഘോഷം കൊണ്ട് ഹോട്ടലിന് നല്ല പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. ഒരു കാര്യം വ്യക്തമാണ്, ആഘോഷത്തിന്റെ വാർത്തയും ചിത്രങ്ങളും പത്രങ്ങളും ചാനലുകളും ഒക്കെ പ്രസിദ്ധപ്പെടുത്തിയത് കൊണ്ടാണ് ഹോട്ടൽ ഉടമകൾക്ക് പിന്നീട് പ്രയോജനമുണ്ടായത്. ആ ചിത്രങ്ങളാണ് ഭാവിയിലെ ഇടപാടുകാരുടെ മനസ്സിൽ പതിഞ്ഞത്. റിപ്പോർട്ട് ചെയ്യാവുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള കഴിവ് ഒരു പുതിയ അനുഭവം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവാണ്. നെപ്പോളിയന്റെ പ്രസിദ്ധമായ വളരെ പ്രാമാണികമായ ഒരു പ്രസ്താവനയുണ്ട്. സാഹചര്യങ്ങളിൽ അനുകൂലമല്ല, അതുകൊണ്ട് ഒരു പ്രത്യേക ആക്രമണത്തിന് തൽക്കാലം മുതിരേണ്ട എന്ന് ഉപദേശിച്ച പട്ടാള മേധാവിയോട് നെപ്പോളിയൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സാഹചര്യങ്ങൾ ഞാനാണ് ഉണ്ടാക്കുന്നത്. വ്യാജ സംഭവങ്ങൾ സൃഷ്ടിക്കുന്നതിൽ കഴിവ് തെളിയിച്ച നമ്മുടെ വിദഗ്ധർ നെപ്പോളിയനോട് അടുത്തു നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. കാർണസ് പറഞ്ഞതുപോലെ അവർക്ക് വാർത്താമൂല്യം അറിയാമെന്ന് മാത്രമല്ല, വാർത്ത തന്നെ ഉണ്ടാക്കാൻ അറിയാം. അവർ സംഭവങ്ങളുടെ സൃഷ്ടാക്കളാണ്. ഈ ആധുനിക വാർത്താ നിർമ്മാതാക്കൾ ദൈവമല്ല എന്നുള്ളതാണ് ഈ വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ കപടമുഖം. അവർ ഉണ്ടാക്കുന്ന വാർത്തകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവർ സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ യഥാർത്ഥമല്ല. ദൈവസൃഷ്ടിയായ സംഭവത്തിൽ നിന്ന് മനുഷ്യനിർമ്മിതമായ സംഭവത്തെ വേർതിരിക്കുന്നതിന് അതിനെ മോഹിപ്പിച്ച് പരാജയപ്പെടുത്തുന്ന ഘടകം മാത്രം. വ്യാജ സംഭവങ്ങൾക്ക് പൊതുവായ ചില സവിശേഷതകളുമുണ്ട്. അവ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, ആരൊക്കെയോ കൃത്രിമമായി പദ്ധതിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു ട്രെയിൻ അപകടമോ ഭൂകമ്പമോ പോലെ ആകസ്മികമല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. റിപ്പോർട്ട് ചെയ്യുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമത്തിന്റെ സൗകര്യാനുസരണം പ്രത്യേകം സജ്ജീകരിച്ചുണ്ടാക്കുന്നു. എത്ര വിപുലമായി പ്രസിദ്ധപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ വിജയം. അതിന്റെ സമയഘടകം മിക്കപ്പോഴും അവാസ്തവമോ കൃത്രിമമോ ആയിരിക്കും. ഉടൻ വരുന്നു എന്ന് പറഞ്ഞ് നേരത്തെ സംഭവിച്ചത് എന്ന മട്ടിലാകാം നാം അത് അവതരിപ്പിക്കുന്നത്. ഇത് വാർത്താ പ്രാധാന്യമുള്ളതാണോ എന്ന ചോദ്യത്തെക്കാൾ പ്രധാനമാണ് ഇത് യഥാർത്ഥമാണോ എന്നുള്ളത്. സംഭവത്തിന് ആധാരമായ യാഥാർത്ഥ്യത്തോട് അതിന്റെ ബന്ധം അവ്യക്തമാണ്. അതുണർത്തുന്ന താല്പര്യം തന്നെ ഈ അവ്യക്തതയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ഒരു വ്യാജ സംഭവത്തെക്കുറിച്ച് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന ചോദ്യത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഒരു ട്രെയിൻ അപകടം ഉണ്ടായാൽ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ,
എന്നാണ് വായനക്കാർക്ക് അറിയേണ്ടത്. എന്നാൽ ഒരു അഭിമുഖം വായിക്കുമ്പോൾ ഇത് ശരിക്കും നടന്നതാണോ, ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നൊക്കെയാവും അവന്റെ ചിന്ത. അഭിമുഖത്തിൽ പറഞ്ഞത് ശരിക്കും ആ അർത്ഥത്തിൽ തന്നെയാണോ, നാളെ അത് മാറുമോ എന്നിങ്ങനെ അവ്യക്തതകൾ ഒരുപാട് ബാക്കി കിടക്കും. ഈ അവ്യക്തതകളിലെ ഇല്ലെങ്കിൽ വ്യാജ സംഭവങ്ങൾക്ക് രസമുണ്ടാവില്ല. സഫലമാക്കപ്പെടുന്ന ഒരു പ്രവചനം പോലെയാണ് മിക്കപ്പോഴും ഇവ വരുന്നത്. 30ാം വാർഷികത്തിൽ ഹോട്ടൽ അവകാശപ്പെട്ടതുപോലെ അതൊരു വൈശിഷ്ട്യമുള്ള ഹോട്ടലായി നാളെ മാറും. കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ നമ്മൾ വായിച്ചും കണ്ടും കേട്ടുമുള്ള നമ്മുടെ അനുഭവങ്ങളിൽ ഭൂരിഭാഗവും വ്യാജ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. നമ്മൾ ഒരു കൂട്ട് പ്രതീക്ഷിക്കുന്നു, നമ്മുടെ മാധ്യമങ്ങൾ അവ നമുക്ക് ഉണ്ടാക്കിത്തരികയും ചെയ്യുന്നു. ഒരു പെരുമഴക്കാലം പോലെ നമ്മുടെ ബോധമണ്ഡലത്തിൽ അവ നിറയുന്നു. അമേരിക്കയിലാണ് ഇതിന്റെ വിശ്വരൂപം പ്രകടമാകുന്നത്. ദിവസം തോറും അതിന്റെ തോത് വർദ്ധിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തോ പൊതുകാര്യത്തിലോ ഏതിലായാലും വ്യാജ സംഭവങ്ങൾ പെരുകുകയാണ്. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. Read the excerpt and answer the questions given below. We need not be dash play God for us. What did we used to believe? നമ്മൾ എന്താണ് വിശ്വസിക്കാൻ ശീലിച്ചു പോകുന്നത്? We used to believe that there were very few events in the world and the newsmen were faithfully reporting them. If there were no news, then it was no fault of the reporter. He could report only what really happened. We used to believe that, നമ്മൾ ഇങ്ങനെ വിശ്വസിക്കാൻ ശീലിച്ചു പോയി. അതായത് there were very few events in the world, ലോകത്തിലെ വളരെ കുറച്ച് സംഭവങ്ങളെ നടന്നിരുന്നുള്ളൂ എന്നും, and the newsmen were faithfully reporting them, അവ വളരെ വിശ്വസ്തയോടെ വാർത്താ അവതാരകരോ വാർത്താ പത്രക്കാരോ റിപ്പോർട്ടർമാരോ വിശ്വസ്തയോടെ അത് നമുക്ക് മുൻപിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നും. ഇഫ് ദർ വെർ നോ ന്യൂസ്, നോ ന്യൂ തിങ്സ്, പുതിയ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇറ്റ് വാസ് നോ ഫോൾട്ട് ഓഫ് ദ റിപ്പോർട്ടർ, അത് റിപ്പോർട്ടറിന്റെ പിഴവല്ല എന്നും നമ്മൾ വിശ്വസിച്ചിരുന്നു. ഹി കുഡ് റിപ്പോർട്ട് ഓൺലി വാട്ട് റിയലി ഹാപ്പൻഡ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അത് മാത്രമല്ലേ അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതേ പാസേജിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്. ബി, ഹു ഈസ് എ സക്സസ്ഫുൾ റിപ്പോർട്ടർ, ആരാണ് ഒരു വിജയിയായ റിപ്പോർട്ടർ? എ സക്സസ്ഫുൾ റിപ്പോർട്ടർ ഈസ് വൺ ഹു ക്യാൻ ഫൈൻഡ് എ സ്റ്റോറി എനിവർ, എവിടെന്നെങ്കിലും ഒരു കഥ കണ്ടെത്താൻ കഴിയുന്നയാളാണ് ഒരു വിജയിയായ റിപ്പോർട്ടർ. എ സക്സസ്ഫുൾ റിപ്പോർട്ടർ ഈസ് വൺ ഹു ക്യാൻ ഫൈൻഡ് എ സ്റ്റോറി ഫ്രം എനിവർ. ഹി വിൽ മേക്ക് ന്യൂസ് ബൈ ഇന്റർവ്യൂയിങ് പബ്ലിക് ഫിഗേഴ്സ്, ഒന്നുമില്ലെങ്കിൽ പ്രശസ്തരായ ആളുകളെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് അയാൾ വാർത്തയുണ്ടാക്കും. ഈവൺ ഇൻ കോമൺ പ്ലേസ് ഇവന്റ്സ്, സർവ്വസാധാരണമായ സംഭവങ്ങളിൽ പോലും ഹി ക്യാൻ ഫൈൻഡ് എ റിയൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് തീംസ്, യഥാർത്ഥ മനുഷ്യ താല്പര്യമുള്ള വിഷയങ്ങളും പ്രമേയങ്ങളും അയാൾക്ക് കണ്ടെത്താൻ കഴിയും. ഹി ക്യാൻ ഈസിലി റിവീൽ ദ ന്യൂസ് ബിഹൈൻഡ് ദ ന്യൂസ്, വാർത്തയ്ക്ക് പിന്നിലെ വാർത്ത അയാൾക്ക് വളരെ എളുപ്പമായി വെളിപ്പെടുത്താനും കഴിയും. ഇനി മറ്റൊരു ചോദ്യവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ്, വാർത്തകളോടുള്ള നമ്മുടെ സമീപനത്തിൽ വന്ന മാറ്റം എന്താണ്? ദ മോഡേൺ റീഡർ എക്സ്പെക്ട്സ് ഹിസ് ന്യൂസ് പേപ്പർ ടു ബി ഫുൾ ഓഫ് ന്യൂസ്, ആധുനിക വായനക്കാരൻ തന്റെ പത്രം നിറയെ വാർത്തകൾ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് നോ ന്യൂസ് ഈസ് അവൈലബിൾ, വാർത്തകളൊന്നും അവൈലബിൾ അല്ല എങ്കിലോ ഹി വാണ്ട് ദ റിപ്പോർട്ടർ ടു മേക്ക് ദം ഫോർ അസ്, വാർത്തകൾ റിപ്പോർട്ടർമാരെ ഉണ്ടാക്കി നമുക്ക് വേണ്ടി തരണമെന്ന് വരെ ശാഠിച്ചിരിക്കുന്നു. ദിസ് ചേഞ്ച് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ന്യൂസ്, വാർത്തകളെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവ മാറ്റം ഈസ് എ സിംറ്റം ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ അവർ എൻറ്റയർ സോഷ്യൽ ലൈഫ്, നമ്മുടെ മുഴുവൻ സാമൂഹിക ജീവിതത്തിലും നടന്നിട്ടുള്ള നമ്മുടെ മനോഭാവ മാറ്റത്തിന്റെ കൂടി ഒരു പ്രതിഫലനമാണ് എന്ന് പറയാതെ വയ്യ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി മോഡറേറ്റ് അവർ എക്സ്പെക്ടേഷൻസ്, നമ്മുടെ പ്രതീക്ഷകളെ നമ്മൾ മിതപ്പെടുത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 4 ചോദ്യങ്ങളാണ് ഈ പാസേജ് നമുക്ക് തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ 4ാമത്തെ ചോദ്യം നോക്കാം. വി ഹാവ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഇമ്മോഡറേറ്റ് ഹോപ്സ്, വലിയ പ്രതീക്ഷകളുണ്ട്, മിതമല്ലാത്ത സങ്കല്പങ്ങളുമുണ്ട്. എബൌട്ട് അവർ ന്യൂസ് പേപ്പർ, നമ്മുടെ പത്രത്തെക്കുറിച്ച്. ആൻഡ് ന്യൂസ് ബ്രോഡ്കാസ്റ്റ്, പിന്നെ നമ്മുടെ ന്യൂസ് ബ്രോഡ്കാസ്റ്റിനെ കുറിച്ച്, വാർത്താ സംപ്രേഷണത്തെക്കുറിച്ച്. ഹൺഡ്രഡ്സ് ഓഫ് efficient men and women are working day and night, നൂറുകണക്കിന് കാര്യക്ഷമതയുള്ള സ്ത്രീ പുരുഷന്മാർ രാപകലില്ലാതെ ജോലി ചെയ്യുന്നു. ടു സാറ്റിസ്ഫൈ ദീസ് എക്സ്പെക്ടേഷൻസ്, നമ്മുടെ ഈ പ്രതീക്ഷകൾ തൃപ്തിപ്പെടുത്തുന്നത്. ഇഫ് വി മോഡറേറ്റ് അവർ ഹോപ്സ്, നമ്മുടെ പ്രതീക്ഷകൾ നമ്മൾ മിതപ്പെടുത്തിയാൽ, ദീസ് പീപ്പിൾ മൈറ്റ് ബി ത്രോൺ ഔട്ട് ഓഫ് ദ വർക്ക്, അവർക്ക് ജോലി ഇല്ലാതാകും. ഓൾ ഓൺ എ സഡൻ,
പൊടുന്നനവേ പെട്ടെന്ന്.